ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്നൊരു സൂപ്പർ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാട ഫ്രൈ ആണ്, തട്ടുകട സ്റ്റൈൽ കാട ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കാട ഫ്രൈക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇന്നത്തെ ആ ഒരു ദിവസം നല്ല കാറ്റും മഴയൊക്കെ ഉള്ളതായിരുന്നു. ഫുൾ ഡേ കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ജസ്റ്റ് കാണിച്ചു തന്നെ ഉള്ളൂ. അതിനാദ്യം തന്നെ നമ്മൾ കാട എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഞാനിവിടെ 8 പീസ് കാടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മസാല ഇതാക്കുമ്പോൾ മെഷർമെൻറ്റ്സൊക്കെ മാറ്റം വരുത്തട്ടോ. ഇനി നമുക്ക് ഇതിന് മസാല തയ്യാറാക്കിയെടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 നാരങ്ങയുടെ നീര്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നാരങ്ങയുടെ നീരൊക്കെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു കാട ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിത് മസാലയിൽ നിന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1 കുടം വെളുത്തുള്ളി ഒന്ന് തോല് കളയാതെ ഒന്ന് ചതച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലോട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നതിന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാടന്മ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഈ ഒരു കാടക്ക് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 1/2 മണിക്കൂറിന് ശേഷം നേരത്തെ മസാല തേച്ച് പിടിപ്പിച്ച കാട നമുക്കിന്ന് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ ഗോൾഡൻ കളറാവും, പക്ഷേ അതിൻ്റെ അകത്തൊന്നും കുക്കായി കിട്ടത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇതാ അടിവശം ഗോൾഡൻ കളറായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഞാൻ എന്താ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാട ഫ്രൈൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വേല നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ അന്നത്തെ ലഞ്ചിൻ്റെ ഇതും കൂടെ എടുത്തിരുന്നു. അന്നത്തെ ലഞ്ച് നല്ല മുരിങ്ങാക്കറിയും വാഴക്കായ ഉപ്പേരിയും ചമ്മന്തിയും തൈരും കാട പൊരിച്ചതും ഒക്കെ ആയിരുന്നു അന്നത്തെ ഒരു ലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.